ഇന്ന് നമ്മൾ നൈസ് പത്തിരിയുടെ കൂടെ കഴിക്കുന്ന തേങ്ങ വറുത്തരച്ചിട്ടുള്ള ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ഒരു പാൻ എടുക്കുക, എന്നിട്ട് ആവശ്യത്തിന് ഒരു 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂണൊക്കെ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് ഒരു വലിയൊരു സവാള നൈസായിട്ട് ഇങ്ങനെ സ്ലൈസ് ചെയ്തത് ഇടുക. എന്നിട്ട് അത് ഇങ്ങനെ നന്നായിട്ട് വഴറ്റിയെടുക്കുകയൊന്നും വേണ്ട, ഗോൾഡൻ കളർ അങ്ങനെയൊന്നും ആവേണ്ട കാര്യമില്ല. എന്നിട്ട് അതൊന്നും ഇങ്ങനെ വഴഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിടുക. ഒരു വെളുത്തുള്ളി എന്ന് പറയുമ്പം ഒരു 10 അല്ലിയൊക്കെ 10-15 അല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു 2 കഷ്ണം ഇഞ്ചിയും അത് ചതച്ചതിടുക. ഇനി പച്ചമുളക് ഒരു 10 എണ്ണം വലിയതാണ്, അത് ചതച്ചിട്ടിടുക, അരിഞ്ഞു പോകരുത്, ചതച്ചിട്ട് നമ്മുടെ ഉള്ളിലേക്ക് ഇടുക. ദെൻ ആദ്യം സ്പൈസസിൽ ഫസ്റ്റ് നമ്മുടെ മുളക് പൊടി ഇടുക. മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇടുന്നത്. എന്നിട്ട് അതൊന്ന് അങ്ങോട്ട് വഴറ്റിയിട്ട് എടുക്കുമ്പോൾ നമ്മുടെ കറിക്ക് നല്ല ഒരു കളറ് കിട്ടും. അതിൻ്റെ ശേഷം ബാക്കിയുള്ള പൊടികൾ 5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇടുക. എന്നിട്ട് അതൊന്നങ്ങോട്ട് ഇളക്കിയതിൻ്റെ ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം, ചൂടുവെള്ളമോ അല്ലെങ്കിൽ പച്ചവെള്ളമോ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് അതൊന്നങ്ങോട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സാക്കിയതിൻ്റെ ശേഷം നമ്മളൊരു 20 കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ടുള്ള ഒരു ചിക്കനാണ്, വലിയ ചിക്കനാണ്. അതിനെ ഈ മസാലയിൽ ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കുക, നന്നായിട്ടൊന്ന് മിക്സാക്കുക. ഇത് 1 കിലോയിലും കുറച്ചും കൂടെ അധികം ഉണ്ടാവും ഈ ചിക്കൻ. എന്നിട്ട് അതിൻ്റെ ശേഷം നല്ലവണ്ണം ഒരു 2-3 മിനിറ്റൊക്കെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അതിനുശേഷം അതിലേക്ക് വലിയ ഒരു തക്കാളി ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ട് കൊടുക്കുക. പിന്നീട് ഇതേപോലെ തന്നെ വലിയൊരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടും മുറിച്ചിടുക. ഉരുളക്കിഴങ്ങ് ഇവിടെ ഈ കറിയിൽ നിന്ന്, ചിക്കൻ കറിയിൽ നിന്ന്, പത്തിരിയുടെ ചിക്കൻ കറിയിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് കഴിക്കാൻ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ വലിയ ഉരുളക്കിഴങ്ങ് തന്നെയാണ് എടുത്തിട്ടുള്ളത്, അതും ഇടുക. എന്നിട്ട് അതിൻ്റെ ശേഷം നമ്മളിതിനെ നന്നായിട്ട് ഒന്നുകൂടെ മിക്സാക്കുക. കറിവേപ്പില ചേർക്കുക, ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഉപ്പും ചേർത്തതിൻ്റെ ശേഷം നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി ഇതിലേക്ക് അരക്കാൻ വേണ്ടുന്ന സാധനങ്ങളാണ് പറയുന്നത്. തേങ്ങ ഒരു 1.5 കപ്പൊക്കെ തേങ്ങയാണ് നമ്മൾ തേങ്ങ ചിരവിയത് എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്കൊരു 10 എണ്ണമൊക്കെ ചെറിയുള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 4 ടീസ്പൂൺ പെരിഞ്ജീരകവും ഒരു ടേബിൾ സ്പൂണൊക്കെ വെളിച്ചെണ്ണയും, അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയും ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ചൊരു 3-4 കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് അതിനെ നന്നായിട്ട് വറുത്തെടുക്കുക. വറുക്കുമ്പോൾ ഇതുപോലെ നമ്മൾ വറുത്തിങ്ങനെ കറുത്തൊരു കളറിലേക്ക് വരുന്നവരെ, അത്രയും ബ്രൗൺ ആവണ വരെ വറുത്തെടുക്കേണ്ട കാര്യമില്ല. ഇതുപോലെ ആയിരിക്കണം. അതായത് കുറച്ച് വൈറ്റും കുറച്ച് ഗോൾഡനും കൂടെയുള്ള തേങ്ങ ഇങ്ങനെ മിക്സായിട്ട് കിട്ടില്ലേ നമുക്ക്, ആ ഒരളവിലാണ്. അതിലേക്ക് ഒരു വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ആ ഒരു കളർ വരുന്നത് വരെയാണ് അതിൻ്റെ ഒരു വറവ് എന്ന് പറയുന്നത്. ഇനി നമ്മളിത് തണുത്ത ശേഷം ഈ തേങ്ങ വറുത്തതില്ല, അതിനെ നന്നായിട്ട് അരച്ചെടുക്കുക. നല്ല സ്മൂത്തായിട്ട് നല്ല പേസ്റ്റാക്കിയിട്ട് എടുക്കണം. പിന്നെ നമ്മുടെ ചിക്കൻ കറി ഒന്ന് നോക്കാം. അതിപ്പോൾ വെന്തിട്ടുണ്ട്. വെന്തെന്ന് മനസ്സിലാവാൻ എണ്ണയൊക്കെ മേലേക്ക് തെളിഞ്ഞ് വന്നിട്ടുണ്ടാവും. പിന്നെ ആ ഒരു മുളക് പൊടിയുടെ കളറ് ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനത്തെ ഒരു കളർ ഇങ്ങനെ മേലേക്ക് കിട്ടും. നമ്മൾ ആദ്യം തന്നെ ആ മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ നന്നായിട്ട് അരച്ചിരിക്കുന്ന തേങ്ങ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം കുറച്ച് സമയം കൂടെ ഒരു 3-4 മിനിറ്റും കൂടെ ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക, തിളപ്പിക്കുക. നമ്മൾ ഇതിലേക്ക് മൂടി വയ്ക്കുന്നതിന് മുന്നേ നമ്മൾ ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ഇടണേ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ മൂടി വെച്ചിട്ടുള്ളത്. ഈ സമയത്ത് അതിൻ്റെ മസാലയും ഉപ്പും ഒക്കെ ഒന്ന് നോക്കാം. നോമ്പായതുകൊണ്ടാണ് എനിക്ക് നോക്കാൻ പറ്റാത്തത്. ഈ ഒരു പത്തിരിയാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ കൂടെ കഴിക്കേണ്ടത്. ഈ പത്തിരിക്കുള്ള ചിക്കൻ കറിയാണ് നമ്മൾ ഉണ്ടാക്കിയത്. നമ്മുടെ നൈസ് പത്തിരി അല്ലെങ്കിൽ അരിപ്പത്തിരി എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവം മലപ്പുറത്തുകാരുടെ ഒരു സ്പെഷ്യൽ സാധനമാണ്. എനിക്ക് തോന്നുന്നത് എല്ലായിടത്തുള്ളൊരു സാധനമാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇത് നല്ല നൈസായിട്ട് ഇങ്ങനെ പരത്തിയെടുക്കുക. ഇന്ന് പത്തിരി ഉണ്ടാക്കുന്നതൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഈ പത്തിരിയുടെ കൂടെയാണ് ആ ചിക്കൻ കറി കോമ്പിനേഷൻ. അപ്പോഴിതാ നമ്മുടെ ചൂടോട് കൂടിയിട്ടുള്ള നല്ല നൈസായിട്ടുള്ള പത്തിരിയും പിന്നെ അതിൻ്റെ കൂടെ ഏറ്റവും നല്ല രുചിയായിട്ടുള്ള നമ്മുടെ വറുത്തരച്ച കോഴിക്കറിയും. ഈ കോഴിക്കറിയുടെ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് അതിൻ്റെ മേലെ ഇങ്ങനെ കാണുന്ന ആ ഒരു റെഡ് കളറില്ലേ, അതാണ് നമ്മളിങ്ങനെ വിളമ്പി വെക്കുമ്പോൾ ഇങ്ങനെ ആ ഒരു റെഡ് കളർ ഇങ്ങനെ അതിൻ്റെ മേലെ വരണം.
അതാണ് ആ ഒരു ഭംഗി കൊടുക്കുന്നത് നമ്മുടെ ഈ കറിക്ക്. നല്ല രുചിയുള്ള കറിയാണ്, എല്ലാവരും ട്രൈ ചെയ്യുക. വിളമ്പി കൊടുക്കുമ്പോൾ ചിക്കൻ കഷ്ണങ്ങളുടെ കൂടെ ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങൾ കൂടെ ഇട്ടിട്ട് വിളമ്പി കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ നാടൻ വിഭവങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.